ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സീ ത്രൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സീ ത്രൂ പ്ലാറ്റ്ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 3D മാർക്കറ്റ് പ്ലേസ് ആണ്. അതായത് നമ്മുടെ 3D എലമെന്റ്സ് 3D മോഡൽസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ സെല് ചെയ്യാനും അതുകൊണ്ട് വാങ്ങിക്കാനും ഒക്കെ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സീ ത്രൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ കറന്റ് ഉള്ള പ്ലാറ്റ്ഫോംസും ഈ സീ ത്രൂ പ്ലാറ്റ്ഫോം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ് ഉള്ള പ്ലാറ്റ്ഫോംസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു പ്രൊഡക്റ്റ് അതായത് ഒരു മോഡൽ അപ്ലോഡ് ചെയ്തിട്ട് അത് വേറൊരാൾ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്, ലൈക്ക് ഒരു ഏർണിങ്സ് കിട്ടുന്നത്. പക്ഷേ സീ ത്രൂ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 3D എലമെന്റ്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഏണിങ്സ് സ്റ്റാർട്ട് ആവുകയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ലൈക്സ്, കമന്റ്സ്, അതിനകത്തുള്ള എൻഗേജ്മെന്റ് അനുസരിച്ച് ഇപ്പം നമുക്ക് വ്യൂസിനനുസരിച്ചൊക്കെ ഏർണിങ്സ് അതിൽ കിട്ടുന്നുണ്ട്. അതൊരു കിടിലം ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പല ആൾക്കാർക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ 3D എലമെന്റ്സ് 3D പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് എങ്ങനെയാണ് അത് സെല് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. അതുപോലെ ഇതിനൊരു ഗ്ലോബൽ എക്സ്പോഷർ ആണ് വരുന്നത്. അപ്പം നിങ്ങൾ ഇനിഷ്യലി നിങ്ങളൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ വേറൊരാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്ട്സ് അവരുടെ ഫീൽഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലോബൽ എക്സ്പോഷർ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി കിട്ടുന്നുണ്ട്. അതുപോലെ വളരെ സിമ്പിൾ ടു യൂസ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ നമുക്ക് ഈ ഒരു വീഡിയോയുടെ എൻഡിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. വളരെ സിമ്പിൾ പരിപാടിയാണ്. ജസ്റ്റ് നിങ്ങളൊരു 1 ക്ലിക്കിൽ നിങ്ങൾക്ക് ഈ 3D എലമെന്റ്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യാനും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഫുള്ളായിട്ടൊന്ന് കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കുക. അപ്പോൾ ട്യൂട്ടോറിയൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഇതാണ് സീ ത്രൂ പ്ലാറ്റ്ഫോം. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ പേര് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ ജിമെയിൽ വെച്ചിട്ട് സൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഐ വാണ്ട് ടു കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. അതാണ് ഡിസൈനർ മൊത്തം നമുക്കൊരു യൂസർ നെയിം സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ കൺഫേം കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 3 ഫീൽഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വരുന്ന ഇൻ്റർഫേസ് ആണിത്. അവിടെ നമുക്ക് കുറേ ക്രിയേറ്റേഴ്സിനെ കാണാൻ പറ്റും. നമ്മുടെ ക്രിയേറ്റേഴ്സിനെ നമുക്ക് ജസ്റ്റ് ഫോളോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്രിയേറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫീൽഡിലേക്ക് വരും. എന്നാണ് ഇതെല്ലാം അവർ ആഡ് ചെയ്തിട്ടുള്ള 3D പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെൻഡ് ചെയ്ത ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ ഒരു പ്രൊഡക്ട്സ് നമുക്കിവിടെ ഒരു കളക്ഷൻ, ഇപ്പം നമുക്കിങ്ങനെ ഒരു പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതൊരു കളക്ഷനായിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈലിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓൾ മോഡൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പിലുള്ള മോഡൽസ് ഇവിടെ കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ. സോ എഡിറ്റ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നെയിമും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി മൈ കളക്ഷൻസ്, നേരത്തെ ഒരു കളക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞില്ല, ആ കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ്സിൽ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ഏണിങ്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഓവറോൾ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഓവറോൾ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള 3D മോഡൽസ് നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ നമുക്കിവിടെ കാറിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാറിൻ്റെ കളക്ഷൻസും കാണാൻ പറ്റും. ഇനി ഇവിടെ നമുക്കൊരു ഡാർക്ക് മോഡുണ്ട്. അത് നമുക്ക് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് ഒരു 3D മോഡൽ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് അപ്ലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എന്താണോ ടൈറ്റിൽ നമ്മൾ ടൈറ്റിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. കാറ്റഗറി ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫർണിച്ചർ എന്നുള്ള കാറ്റഗറി കൊടുക്കാം. ഓക്കെ, സോഫ്റ്റ്വെയർ ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ടാഗുകൾ കൊടുക്കുക. അതുപോലെ നമുക്കിവിടെ ഇത് നമ്മൾ ലൈസൻസ് ഏതാണ് കൊടുക്കുക സെലക്ട് കൊടുക്കുക. നമ്മളിവിടെ ഫ്രീ ആണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ പ്രൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളിത് പ്രൈസാണ് സെല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻസും കൊടുക്കാൻ പറ്റും. അതുപോലെ അപ്ലോഡ് മോഡൽ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം ഒരു ഫയൽ. ഏതെങ്കിലും ഒരു ഞാനൊരു ചെയറിൻ്റെ ഒരു GLB ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്യണം. സോ ഇതാണ് അപ്ലോഡ് ചെയ്ത ഫയൽ. ജസ്റ്റ് ഇതെല്ലാം സെലക്ട് ചെയ്ത ശേഷം ഓക്കെ, ജസ്റ്റ് അപ്ലോഡ് മോഡൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു മോഡൽ ഇങ്ങോട്ടേക്ക് അപ്ലോഡ് ആവുന്നതാണ്. സോ നമ്മുടെ മോഡൽ അപ്ലോഡ് ആയിട്ടുണ്ട്. നമ്മൾ അപ്രൂവലും കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ മോഡൽ. നമുക്കിവിടെ പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ മൈ മോഡൽസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മോഡൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് സെലക്ട് ചെയ്ത് നോക്കാം.
നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്ന നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതാണ് ഈ സീത്രൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. അപ്പോൾ സീത്രൂ പ്ലാറ്റ്ഫോം എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.